സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ദളിത് പക്ഷത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റേത്. അതോടൊപ്പം തന്നെ ഇതിന് സമാന്തരമായി രൂപപ്പെട്ട കേരളത്തിലെ കോളനികളെക്കുറിച്ചും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വികസനത്തിൻ്റെ കോളനി മാതൃകകൾ. സാമ്പത്തിക ആസൂത്രിത വികസനത്തിൻ്റെ 6 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ പാവങ്ങളുടെ ജീവിതാവസ്ഥ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നിട്ടില്ല. വികസിത രാജ്യങ്ങളിലെ പാവങ്ങൾ കുറഞ്ഞ വരുമാനമുള്ളവർ മാത്രമായിരിക്കുമ്പോൾ ഇന്ത്യയിൽ അവർ പ്രധാനമായും ചില പ്രത്യേക ജാതികളിൽപ്പെട്ട കർഷക തൊഴിലാളികളും കൂലിപ്പണിക്കാരുമാകുന്നു. ഒരിടത്ത് പിന്നോക്കാവസ്ഥ സാമ്പത്തികമായി തീരുമാനിക്കപ്പെടുമ്പോൾ മറ്റൊരിടത്ത് അത് സാമൂഹികമായി കൂടി തീരുമാനിക്കപ്പെടുന്നു. സാമ്പത്തിക പിന്നോക്ക അവസ്ഥ കൂടാതെ വിവിധ തരം സാമൂഹ്യ ഇല്ലായ്മകളും പേറുന്ന ദലിതരാണ് ഇന്ത്യയിലെ പാവങ്ങളിൽ ഭൂരിപക്ഷവും. ഇന്ത്യയിലെ ദലിതരിൽ ഭൂരിഭാഗവും ഭൂമിയില്ലാത്തവരും അസംഘടിതരും നിരക്ഷരരും സാമൂഹിക ചലനക്ഷമത തടയപ്പെട്ടവരോ പരിമിതപ്പെട്ടവരോ ആണ്. ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദലിതരുടേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ ദലിതരുടെ സാമൂഹിക ജീവിതാവസ്ഥ താരതമ്യേന മെച്ചമാണെന്ന് കാണാൻ കഴിയും. വർഷങ്ങളായി കേരളത്തിലെ ദലിതരെ സംബന്ധിച്ചുള്ള സാമൂഹ്യശാസ്ത്ര പഠനങ്ങളിലും എഴുത്തുകളിലും പതിവായി കണ്ടുവരുന്ന ഒരു നിരീക്ഷണമാണിത്. സാക്ഷരതാ നിരക്ക്, ആയുർദൈർഘ്യം, സ്ത്രീ പുരുഷ അനുപാതം, ജനന മരണ നിരക്ക് തുടങ്ങിയ വികസന സൂചികളിലുള്ള ആപേക്ഷിക മേൽക്കൈ ഉദ്ധരിച്ച് ആണ് ഇവർ മേൽ നിരീക്ഷണത്തെ സ്ഥാപിക്കുന്നത്. പരമ്പരാഗത വികസന സൂചികളെ അടിസ്ഥാനമാക്കി തലനാരിഴ കീറി കണ്ടെത്തുന്ന ഈ ആപേക്ഷിക സമൃദ്ധി ഒട്ടനവധി സവിശേഷവും സൂക്ഷ്മവുമായ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കുന്നുണ്ട്. കേരളത്തിലെ ദലിതരുടെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ താരതമ്യം ചെയ്യേണ്ടത് കേരളത്തിലെ ഇതര സാമൂഹ്യ വിഭാഗങ്ങളോടാണ്. ഭൂമിയുടെ ഉടമസ്ഥതയും നിയന്ത്രണവും വിനിയോഗവും സംബന്ധിച്ചുള്ള ജാതി തിരിച്ചുള്ള പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും ഈ താരതമ്യ പഠനത്തിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. കേരളത്തിലെ ദലിതർക്കിടയിൽ ഒരു ഭൂപ്രഭു ഇല്ലാതിരിക്കുന്നതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ പരിശോധിക്കുന്നതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദലിതരിൽ ഏത് വിധേന ഭൂപ്രഭുക്കൾ ഉണ്ടായെന്നും വിഭവശേഷി ആർജിച്ച ദലിതരുടെ മുൻകൈയിൽ ആ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിർണായക സാന്നിധ്യങ്ങളായി ദലിതർ മാറിയതിൻ്റെ വ്യതിരിക്ത മാതൃകകളും പരിശോധിക്കേണ്ടതുണ്ട്. സാമൂഹ്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിലെ ദലിതരേക്കാൾ മെച്ചമാണെങ്കിലും കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക അവസരങ്ങൾ വിവിധ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ അസന്തുലിതമായാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ദലിതർ വികസനത്തിന്റെ പരിയമ്പുറത്തേക്ക് പിന്തള്ളപ്പെട്ടവരാകയാൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് അവരുടെ സാമൂഹിക ചലനക്ഷമതയുടെ വളർച്ചാ നിരക്ക് പരിമിതപ്പെട്ടിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത, ആയുർദൈർഘ്യം തുടങ്ങിയ സൂചികകൾക്കൊന്നും ആധുനിക സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക വേർതിരിവുകളെയും വലിപ്പച്ചെറുപ്പങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് കേരളീയ അനുഭവം തെളിയിക്കുന്നത്. ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്കൊന്നും തന്നെ ദലിതരുടെ സാമൂഹിക അവസ്ഥയെ ഘടനാപരമായി പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഉപജീവന മാർഗത്തിനും ക്രയവിക്രയശേഷിക്കും ഉതകും വിധം ഭൂമി പുനർവിതരണം ചെയ്യാതെ കുടില് കെട്ടിക്കിടക്കാൻ മാത്രം തുണ്ടുഭൂമി, പ്രത്യേകിച്ചും വിനിമയ മൂല്യം കുറഞ്ഞ ഭൂമി നൽകിയ പരിപാടിയായിരുന്നല്ലോ കേരളത്തിലെ ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം അദലിതരായ കർഷകർക്കായിരുന്നു പ്രയോജനകരമായി ഭവിച്ചതെന്ന് നിരവധി എഴുത്തുകാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 2001 സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ 31.24 ലക്ഷമാണ്. ഇത് ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗത്തിന്റെ 2.1% വരും. സംസ്ഥാനത്തെ പട്ടികവർഗ ജനസംഖ്യ 3.64 ലക്ഷമാണ്. ഇത് രാജ്യത്തെ പട്ടികവർഗ ജനസംഖ്യയുടെ 0.71% വരുന്നു. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലും കുറവുള്ളത് വയനാട് ജില്ലയിലുമാണ്. പട്ടികവർഗക്കാരിൽ 37.36% വയനാട് ജില്ലയിലാണ് അധിവസിക്കുന്നത്. ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിലാണ്. പട്ടികജാതിക്കാരിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ദലിത് ക്രിസ്ത്യാനികളാണ് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന മറ്റൊരു സാമൂഹ്യ വിഭാഗം.
വിശ്വാസപരമായി വ്യതിരിക്തത പുലർത്തുന്നുണ്ടെങ്കിലും ജാതീയമായി പട്ടികജാതിക്കാരുടേതിന് സമാനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് കേരളത്തിലെ ദളിത് ക്രിസ്ത്യാനികൾ. ഇവരുടെ ജനസംഖ്യയെക്കുറിച്ച് ഔദ്യോഗിക കണക്കുകളില്ല. ക്രിസ്തുമതത്തിൽ കടലാസിൽ ജാതി ഇല്ലാത്തതിനാൽ സെൻസസ് കണക്കെടുപ്പിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ കൂടെയാണ് ദളിത് ക്രിസ്ത്യാനികളും എണ്ണപ്പെടുന്നത്. ഇവരുടെ ജനസംഖ്യ 13 ലക്ഷമാണെന്ന് ഡോക്ടർ C.I. ഐസക് അഭിപ്രായപ്പെടുന്നു. ഇവരിൽ 4.5 ലക്ഷത്തോളം പേർ പ്രച്ഛന്ന ക്രിസ്ത്യാനികളാണെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യയിൽ 60%, കേരളത്തിൽ 15% ക്രിസ്ത്യാനികൾ ദലിതരാണ്. അവസ്ഥയിലോ പദവിയിലോ ദലിതരും ദലിത് ക്രിസ്ത്യാനികളും തമ്മിൽ സാരമായ അന്തരമില്ലെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ജാതിക്കുള്ളിൽ മതത്തെയും മതത്തിനുള്ളിൽ ജാതിയെയും നേരിടേണ്ടി വന്ന വിഭാഗമെന്ന നിലയിൽ ദലിത് ക്രിസ്ത്യാനികളുടെ ചരിത്രവും വർത്തമാനവും സവിശേഷമായ പഠനം അർഹിക്കുന്നുണ്ട്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ദലിത് ക്രിസ്ത്യൻ വിഭാഗക്കാരിൽ മഹാഭൂരിപക്ഷവും നാമമാത്രമായ ഭൂമിയുടെ ഉടമസ്ഥരോ ഭൂരഹിതരോ ആണ്. പട്ടികജാതിക്കാരിലെ നല്ലൊരു ശതമാനം ജനങ്ങളും കോളനികളിലാണ് താമസിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും അവരുടെ പ്രത്യേക ആവാസ സ്ഥലത്തോ സെറ്റിൽമെന്റ് കോളനികളിലോ ആണ് താമസിക്കുന്നത്. കേരളത്തിലെ പൊതുജീവിതവുമായി ഇടകലർന്ന് പൊതുസ്വത്തിന്റെയും സംവിധാനങ്ങളുടെയും ആനുകൂല്യങ്ങൾ അനുഭവിച്ച് ഒരു ശരാശരി മലയാള സ്വത്വവും ജനാധിപത്യ അവകാശങ്ങളുമായി ജീവിക്കുന്ന പട്ടികജാതി പട്ടികവർഗ ദലിത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ്. കേരളത്തിലെ പഞ്ചായത്തുകളിലെ ജാതി തിരിച്ചുള്ള ആവാസ വ്യവസ്ഥ മാത്രം പഠിച്ചാൽ മതിയാകും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ അവസ്ഥ മനസ്സിലാക്കാൻ. മിക്കവാറും പഞ്ചായത്തുകളിലെ ദലിതർ അവിടുത്തെ കോളനികളിലാവും ജീവിക്കുന്നത്. 500-ലധികം പട്ടികജാതി കോളനികൾ കേരളത്തിലുള്ളതായാണ് ഔദ്യോഗിക കണക്കുകൾ. പക്ഷേ യഥാർത്ഥത്തിലുള്ള കോളനികളുടെ എണ്ണം 5000-ലധികമാകാനാണ് സാധ്യത. വൈക്കം ബ്ലോക്കിലെ 6 പഞ്ചായത്തുകളിലായി 50-ലധികം പട്ടികജാതി കോളനികളാണുള്ളത്. ഈ കോളനികളിൽ 4000-ലധികം പട്ടികജാതി കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. 1938 രൂപം കൊണ്ട കോട്ടയം ജില്ലയിലെ സജീവോത്തമപുരം മോഡൽ കോളനി, തിരുവനന്തപുരത്തെ ചെങ്കൽച്ചുള്ള കോളനി, എറണാകുളത്തെ മാർത്താണ്ഡവർമ്മ കോളനി തുടങ്ങിയവ കേരളത്തിലെ ആദ്യകാല കോളനികളിൽ ചിലതാണ്. സജീവോത്തമപുരം കോളനിയിലെ ദലിതരെ സംബന്ധിച്ചുള്ള സാമൂഹ്യ സാമ്പത്തിക വിവരങ്ങൾക്ക് കേരളത്തിലെ ദലിതരുടെ ജീവിതാവസ്ഥയെ നല്ലൊരളവിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയും. സജീവോത്തമപുരം കോളനി ഉൾപ്പെടെ കുറിച്ചി പഞ്ചായത്തിൽ 11 കോളനികളുണ്ട്. പഞ്ചായത്തിലെ പകുതിയിലധികം പട്ടികജാതിക്കാരും കോളനികളിലാണ് പാർക്കുന്നത്. മറ്റുള്ളവരിൽ ഭൂരിഭാഗവും പാറമടയുടെ ചെരുവുകളിലും ചതുപ്പുകളിലും വികസനം എത്തിനോക്കാത്ത അഗമ്യ പ്രദേശങ്ങളിലും പുറമ്പോക്കുകളിലുമാണ് താമസിക്കുന്നത്. ഈ 11 കോളനികളിലെ 80% വീടുകളും പട്ടികജാതിക്കാരുടേതാണ്. 1938 സജീവോത്തമപുരം കോളനി സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും വിവിധ ഘട്ടങ്ങളായാണ് അത് ഇന്നത്തെ അവസ്ഥയിലെത്തിയിട്ടുള്ളത്. 1938 ഇരുമുറി വീടും 25 സെന്റ് സ്ഥലവും നൽകി 40 കുടുംബങ്ങളെയും, 1950 40 കുടുംബങ്ങളെയും, 52 8 കുടുംബങ്ങളെയും, 1960 32 കുടുംബങ്ങളെയും കോളനിയിൽ പാർപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ 88 കുടുംബങ്ങൾക്ക് കൃഷി ആവശ്യങ്ങൾക്കായി 50 സെന്റ് ഭൂമിയും കൂടി നൽകിയിരുന്നു. 1961 ഈ കോളനിയെ സെൻസസ് ഓഫ് ഇന്ത്യ മോണോഗ്രാഫ് പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. 1979 മരിയൻ ഡെൻ യൂൾ എന്ന ഫ്രഞ്ച് ഫെമിനിസ്റ്റും 1983 P. ശിവാനന്ദനും 96 ഞാനും ഈ കോളനിയെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. ആകെ 112 ഏക്കർ വിസ്തീർണമുള്ള കോളനിയിൽ ആകെ 120 കുടുംബങ്ങളെയാണ് പാർപ്പിച്ചിരുന്നത്. 1999 ആകുമ്പോഴേക്കും ഇത് 3 ഇരട്ടിയിലധികമായി മാറുന്നുണ്ട്. ദലിതർക്ക് ഭൂമി നഷ്ടപ്പെടുന്നതിന്റെയും അതുവഴി ജീവിതവും വികസനവും വഴിമുട്ടുന്നതിന്റെയും പാഠമാണ് സജീവോത്തമപുരം കോളനി നൽകുന്നത്. തുടക്കത്തിൽ 78% കുടുംബങ്ങളും പുലയരുടേതായിരുന്നെങ്കിൽ 96 ആകുമ്പോഴേക്കും ഇത് 55% കുറഞ്ഞതും ഈഴവ കുടുംബങ്ങളുടേത് 6% നിന്ന് 26% കൂടിയതും ഇതിനെ സാധൂകരിക്കുന്നു. തുടക്കത്തിൽ 88 കുടുംബങ്ങൾക്ക് 75 സെന്റ് വീതം ഭൂമി കൊടുത്തിരുന്നുവെങ്കിലും വെറും 7 കുടുംബങ്ങൾക്ക് മാത്രമേ 50 സെന്റ് കൂടുതൽ ഭൂമി ഇപ്പോഴും കൈവശമുള്ളൂ. ആകെ ഒരു കുടുംബത്തിന് മാത്രമാണ് 75 സെന്റും നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കുടുംബങ്ങളുടെ ഇരട്ടിപ്പ് ഭൂമി ഉടമസ്ഥയുടെ ശരാശരിയിൽ കുറവ് വരാനുള്ള ഒരു പ്രധാന കാരണമാണ്. കടം തിരിച്ചടവ്, കുട്ടികളുടെ വിവാഹം, വീട് പുനരുദ്ധാരണം, ചികിത്സ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഭൂമിനഷ്ടത്തിന്റെ ഇതര കാരണങ്ങളാണ്. സാമ്പത്തിക അധികാര ജ്ഞാനമണ്ഡലങ്ങളിൽ രൂക്ഷമായ അന്യവൽക്കരണത്തെ അഭിമുഖീകരിക്കുന്നവരാണ് ഓരങ്ങളിലേക്ക് തള്ളപ്പെട്ട സമൂഹത്തിലെ ഭൂരിപക്ഷമായ ദലിതരും ആദിവാസികളും.
ദൃശ്യവൽക്കരിച്ചു എന്നതൊഴിച്ചാൽ 60 വർഷത്തെ സാമൂഹ്യ മാറ്റം എടുത്തു പറയത്തക്ക വികാസമൊന്നും ദലിതരുടെ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല. സാമൂഹ്യ ക്രമത്തെ പൊളിച്ചെഴുതുമായിരുന്ന ഭൂപരിഷ്കരണം പോലും നിസ്സാര മാറ്റങ്ങളെ ദലിതരുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ളൂ. ദലിത് പക്ഷത്തു നിന്നുള്ള സമരങ്ങളും ചെറുത്തുനിൽപ്പുകളും ആണ് ആപേക്ഷികമെങ്കിലും അവഗണിക്കാനാവാത്ത സാമൂഹിക അന്തസ്സ് ദലിത് ജീവിതത്തിന് പ്രദാനം ചെയ്തത്. നിരന്തരമായ സമരങ്ങളിലൂടെയും വാദങ്ങളുടെയും ഭരണഘടനാപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിലൂടെയും ദലിതർ അവരുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതര സാമൂഹ്യ വിഭാഗങ്ങളുമായുള്ള അവരുടെ സാമ്പത്തിക അന്തരം വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കേരളത്തിലെ ദലിതർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ ആഴവും പരപ്പും സങ്കീർണതകളും വെളിച്ചത്ത് കൊണ്ടുവരാൻ മതിയായ സാമ്പത്തിക സൂചികകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ജാതിയെ ഒരു പ്രധാന സമ്പർക്കമായി ഉപയോഗിച്ചുകൊണ്ട് സ്വത്തിന്റെയും പദവിയുടെയും അധികാരത്തിന്റെയും അധീശത്വത്തിന്റെയും അസന്തുലിത വിതരണ ഘടനയെ പഠനവിധേയമാക്കേണ്ടതുണ്ട്. സാമൂഹ്യ വളർച്ചയ്ക്കും അപ്പുറം വികസനം സാമൂഹ്യ അന്തസ്സിനും സാമൂഹ്യ നീതിക്കും അടിസ്ഥാനമാകേണ്ടതുണ്ട്. വികസനം ബഹുമുഖമായ ബഹുതലസ്പർശിയായ ഒരു ജനാധിപത്യ സങ്കല്പമാണ്. നന്ദി. മൈത്രി പ്രസാദിന്റെയാണ് ഇനി കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.